അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗപീഠത്തിൽ കയറിയിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ കാലശേഷം ജീവിതാലങ്കാരവും ആർഭാടവും നിങ്ങൾക്ക് നൽകപ്പെടുന്നതിനെയാണ് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ മനുഷ്യ, മിച്ചമുള്ള സമ്പത്ത് ദാനം ചെയ്യുന്നതാണ് നിനക്ക് ഉത്തമം. അത് ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നത് ദോഷകരവുമാണ്. കഷ്ടിച്ച് ജീവിക്കാൻ ആവശ്യമായ സ്വത്ത് എടുത്തു വെക്കുന്നതിന് വിരോധമില്ല. ആശ്രിതരായ കുടുംബങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ദാനം ചെയ്തു തുടങ്ങേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും തൻ്റെ കുടുംബങ്ങളിൽ നിർഭയനും ആരോഗ്യവാനും അന്നത്തെ ആഹാരത്തിന് കഴിയുന്നവനുമാണെങ്കിൽ ഐഹിക സുഖങ്ങളെല്ലാം അവന് ലഭിച്ചതുപോലെയാണ്. ഐഹിക ജീവിതം മധുരവും മനോഹരവുമാണ്. അള്ളാഹു നിങ്ങളെ അതിൽ പ്രതിനിധികളാക്കിയിരിക്കുന്നു. നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഐഹിക ജീവിതത്തെയും സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കുകയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അങ്ങാടിയിൽ കൂടി നടന്നുപോയി. അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാഗത്തുമായി കുറേ ആളുകളുമുണ്ടായിരുന്നു. ചെവി ചെറുതായ ചത്ത ഒരു ആടിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അങ്ങാടിയിൽ കൂടി നടന്നുപോയി. അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാഗത്തുമായി കുറേ ആളുകളുണ്ടായിരുന്നു. ചെവി ചെറുതായ ചത്ത ഒരാടിൻ്റെ അടുത്തുകൂടി നടക്കാനിടയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ചെവി പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഒരു ദിർഹം കൊടുത്ത് ഇതിനെ വാങ്ങാൻ ഇഷ്ടപ്പെടുക? സ്വഹാബികൾ പറഞ്ഞു, ഒന്നും കൊടുത്ത് അത് വാങ്ങാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ അത് കൊണ്ട് എന്ത് ചെയ്യാനാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം